ഖുർആനിന്റെ വരികൾക്കിടയിൽ ഒരു ഗണിതശാസ്ത്ര കോഡ് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഒരു വാദമുണ്ട്. അതായത് വാക്കുകളുടെ എണ്ണത്തിലും അവയുടെ ആവർത്തനത്തിലുമൊക്കെ അത്ഭുതകരമായ ഒരു പാറ്റേൺ ഉണ്ടെന്ന്. അപ്പോൾ ഈ വാദത്തിൽ എത്രത്തോളം സത്യമുണ്ട്, നമുക്ക് ഒരുമിച്ചൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഒരു പുരാതന ഗ്രന്ഥത്തിൽ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രീയ അറിവുകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള ഗണിതപരമായ കൃത്യത കണ്ടെത്താൻ സാധിക്കുമോ? ഈ ഒരു കൗതുകം തന്നെയാണ് നമ്മളെ ഈ വിഷയത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുടെ എണ്ണമാണ് നമ്മൾ ആദ്യം തന്നെ പരിശോധിക്കാൻ പോകുന്നത്. ഈ വിശകലനത്തിന്റെ ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് തന്നെ ഖുർആനിൽ ചില പ്രത്യേക വാക്കുകൾ എത്ര തവണ ആവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കടൽ, കര എന്നീ രണ്ട് വാക്കുകളെക്കുറിച്ചാണ്. ശരി, ആദ്യം നമുക്ക് അൽ ബഹർ എന്ന വാക്കെടുക്കാം. അറബിയിൽ കടൽ എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ ഖുർആനിൽ ഈ വാക്ക് എത്ര തവണ വരുന്നുണ്ടെന്നറിയോ? കൃത്യം 32 തവണ. ഇനി അടുത്തത് കരയെക്കുറിച്ചുള്ള വാക്ക് അൽബർ. ഖുർആനിൽ ഇത് വരുന്നത് 13 തവണയാണ്. അപ്പോൾ നമുക്ക് 2 നമ്പറുകൾ കിട്ടിയില്ലേ? കടലിന് 32, കരയ്ക്ക് 13. ശരി, അപ്പോൾ ഈ നമ്പറുകൾ വെച്ച് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും? 32ഉം 13ഉം കൂട്ടിയാൽ മൊത്തം 45. ഇതിൽ കടലിന്റെ ശതമാനം കണക്കാക്കിയാൽ അത് ഏകദേശം 71.1% വരും. കരയുടേത് ഒരു 28.9%. ഇതിലെന്താ ഇത്ര വലിയ കാര്യം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലെ വെള്ളവും കരയും തമ്മിലുള്ള അനുപാതം ശാസ്ത്രം പറയുന്നത് ഏകദേശം 71% വെള്ളവും 29% കരയും എന്നാണ്. അപ്പോൾ ഈ ഖുർആനിലെ വാക്കുകളുടെ എണ്ണവും ഭൂമിയിലെ ഈ കണക്കും തമ്മിലുള്ള സാമ്യം ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ? ഓക്കെ, പ്രകൃതിയുമായുള്ള ഈ കണക്കിൽ നിന്ന് നമുക്ക് ഖുർആനിലെ ഭാഷയ്ക്കുള്ളിലെ ചില പാറ്റേണുകളിലേക്ക് കടക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്, പക്ഷേ അത്ര തന്നെ കൗതുകകരവുമാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ടൊരു വാദം എന്താന്ന് വെച്ചാൽ, വിപരീത അർത്ഥങ്ങളുള്ള പല വാക്കുകളും ഖുർആനിൽ കൃത്യം ഒരേ എണ്ണത്തിൽ തന്നെ ആവർത്തിക്കുന്നു എന്നതാണ്. ഒരു തരം പെർഫെക്റ്റ് ബാലൻസ് പോലെ. ഇതിനൊരു കിഴലൻ ഉദാഹരണം വേണോ? നമ്മുടെ എല്ലാം അടിസ്ഥാനപരമായ 2 കാര്യങ്ങൾ: ഹയാത്ത്, അതായത് ജീവൻ, പിന്നെ മൗത്ത്, അതായത് മരണം. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ 2 വാക്കുകളും ഖുർആനിൽ കൃത്യം 145 തവണ വീതമാണ് ആവർത്തിക്കുന്നത്. ഒന്നു കൂടുതലുമില്ല, കുറവുമില്ല. ഈ ബാലൻസിംഗ് ഇവിടെ തീരുന്നില്ല. നന്മയുടെ പ്രതീകമായ മലായികത്ത്, അതായത് മലക്കുകൾ 88 തവണ വരുമ്പോൾ, തിന്മയുടെ പ്രതീകമായ ഷയാത്തീൻ അഥവാ പിശാചുക്കളും കൃത്യം 88 തവണ തന്നെ ഖുർആനിലുണ്ട്. വീണ്ടും അതേ പെർഫെക്റ്റ് ബാലൻസ്. ഇത് 1-2 വാക്കുകൾ ഒതുങ്ങുന്നില്ല കേട്ടോ. ഈ കാണുന്ന പട്ടിക നോക്കൂ. ഇഹലോകവും പരലോകവും രണ്ടും 115 തവണ, ഉപകാരവും നാശവും 50 തവണ വീതം, സ്വർഗവും നരകവും 77 തവണ, സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും 167 തവണ. ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു പ്രതിഭാസത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവാം. ഇനി വിപരീത വാക്കുകളിൽ നിന്ന് നമുക്ക് സമയവുമായി ബന്ധപ്പെട്ട വാക്കുകളിലേക്ക് വരാം. ഇവിടെയുമുണ്ട് ചില കൗതുകങ്ങൾ. യൗം, അതായത് ദിവസം എന്ന വാക്ക്, അതിന്റെ ഏകവചന രൂപത്തിൽ ഖുർആനിൽ വരുന്നത് എത്ര തവണയാണെന്നറിയാമോ? 365 തവണ. ഒരു വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണത്തിന് കറക്റ്റ്. അതുപോലെ ഷഹർ അഥവാ മാസം 12 തവണയും ദിവസങ്ങൾ എന്നർത്ഥം വരുന്ന അയ്യാമ 30 തവണയും ആവർത്തിക്കുന്നുണ്ട്. കലണ്ടറുമായി എന്തൊരു സാമ്യം അല്ല? ശരി, ഇനി നമ്മൾ ഈ വിശകലനത്തിലെ ഏറ്റവും സങ്കീർണവും ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്കാണ് കടക്കുന്നത്. 19 എന്നൊരു സംഖ്യയെ ചുറ്റിപ്പറ്റിയുള്ള വാദങ്ങളാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 19 എന്ന സംഖ്യയ്ക്ക് ഇത്ര പ്രാധാന്യം? കാരണം ഖുർആൻ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 74-ാമത്തെ അധ്യായത്തിൽ അതിന്മേൽ 19 ഉണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഒരു ഒറ്റ പരാമർശത്തെ അടിസ്ഥാനമാക്കിയാണ് പലരും പറയുന്നത് ഈ 19 എന്ന സംഖ്യ ഖുർആനിന്റെ മൊത്തത്തിലുള്ള ഘടനയുടെ ഒരു ഗണിതശാസ്ത്രപരമായ താക്കോലാണെന്ന്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉദാഹരണമായി അവർ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രാരംഭവാക്യമാണ്. ഇതിൽ കൃത്യമായി 19 അറബി അക്ഷരങ്ങളാണുള്ളത്. പക്ഷെ അത് മാത്രമല്ല, അതിലും വലുതാണ് അടുത്ത കാര്യം. ഇതിലെ ഓരോ വാക്കും ഖുർആനിലുടനീളം 19ന്റെ ഗുണിതങ്ങളായിട്ടാണ് ആവർത്തിക്കുന്നതെന്നാണ് ഈ വാദം. ആ കണക്കുകൾ ഇങ്ങനെയാണ്: ഇസ്മ എന്ന വാക്ക് 19 തവണ, അല്ലാഹ് എന്ന വാക്ക് 2698 തവണ. അത് 19നെ 142 കൊണ്ട് ഗുണിക്കുന്നതാണ്. അർ-റഹ്മാൻ 57 തവണ, അതായത് 19 ഗുണം 3. അർ-റഹീം 114 തവണ, അത് 19 ഗുണം 6. അപ്പോൾ ഒരേ വാക്യത്തിലെ 4 വാക്കുകളും 19ന്റെ ഗുണിതങ്ങളായി വരുന്നത് വെറുമൊരു യാദൃച്ഛികതയാണോ?
ഇതാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഇനി ഈ പാറ്റേൺ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഖുർആനിന്റെ ഘടനയിൽ തന്നെ ഇത് കാണാമെന്നാണ് വാദം. ഖുർആനിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ്? 114. അതും 19ന്റെ ഒരു ഗുണിതമാണ്. കൃത്യമായി പറഞ്ഞാൽ 19 ഗുണം 6. അപ്പോ കരയുടെയും കടലിന്റെയും കണക്ക് മുതൽ 19 എന്ന സംഖ്യയുടെ ഈ അത്ഭുതങ്ങൾ വരെ നമ്മൾ കണ്ടു. ഈ കണക്കുകളെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. 23 വർഷം കൊണ്ട് പല പല സാഹചര്യങ്ങളിൽ അവതരിച്ച ഒരു ഗ്രന്ഥമാണിത്. അതിലെ ആശയങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരാതെ ഇത്രയധികം ഗണിതപരമായ കൃത്യത നിലനിർത്തുക എന്നത് ഒരു സാധാരണ മനുഷ്യന്റെ കഴിവിനപ്പുറത്താണ് എന്നാണ് അവരുടെ വാദം. അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ഈ കാണുന്ന സങ്കീർണമായ സംഖ്യാക്രമങ്ങൾ വെറുമൊരു യാദൃച്ഛികതയാണോ? അതോ മനുഷ്യനെക്കൊണ്ട് സാധിക്കാത്തത്ര സങ്കീർണമായൊരു ഡിസൈനാണോ? അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു രചനയുടെ അടയാളങ്ങളാണോ ഇത്? ഇതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈയൊരു ചിന്തയോടെ ഇന്നത്തെ നമ്മുടെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു.